താടിയലിൻ്റെ വളർച്ചയാണ്. അതുകൊണ്ട് പല്ല് സർജറി ചെയ്ത് മാത്രമേ ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പലരും വിചാരിക്കാറുണ്ട്. താടിയലിൻ്റെ വളർച്ചാ വ്യതിയാനങ്ങൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ 13 വയസ്സിലോ 14 വയസ്സിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ താടിയലിൻ്റെ വളർച്ച നമുക്ക് അല്ലാതെ തന്നെ ശരിയാക്കിയെടുക്കാം. എന്ന് പറഞ്ഞാൽ സർജറി കൂടാതെ തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അഥവാ 18 വയസ്സായി പോയി അല്ലെങ്കിൽ 19 വയസ്സായി നിങ്ങൾക്ക് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാതെ തന്നെ ഈ പല്ലിനെ ഭംഗിയാക്കി എടുക്കാവുന്ന പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഇംപ്ലാന്റ് അസിസ്റ്റഡ് ഓർത്തഡോണ്ടിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് കാരണം മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകളെയെല്ലാം നിരയാക്കാനും പല്ലുകളുടെ പൊക്കം മോണയും പല്ലുകളും ഒക്കെ വലുതാണെങ്കിൽ പോലും അത് ശരിയാക്കിയെടുക്കാൻ പോലും പറ്റുന്ന പുതിയ ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് താടിയല് വളർന്നിരിക്കുകയാണ്, സർജറി മാത്രമേ വഴിയുള്ളൂ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. സർജറി ചെയ്യാൻ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ പല്ലിൻ്റെ ശസ്ത്രക്രിയ കൂടാതെ തന്നെ താടിയലിൻ്റെയും പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മാറ്റാവുന്ന പുതിയ ചികിത്സകൾ വന്നു കഴിഞ്ഞു. എന്നാൽ സർജറി വളരെയധികം മോശമാണെന്ന് ഒരിക്കലുമില്ല. സർജറി ചെയ്താൽ നിങ്ങളുടെ താടിയലിൻ്റെ അളവൊക്കെ കുറഞ്ഞ് ഭംഗിയാക്കാൻ സാധിക്കും. പക്ഷേ പ്രായം കുറവാണ്, 13 വയസ്സോ 14 വയസ്സോ ഉള്ളെങ്കിൽ സർജറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് 18 വയസ്സ് 19 വയസ്സ് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അല്ല ഇനി 19 വയസ്സായി നിങ്ങൾക്ക് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സർജറി കൂടാതെ തന്നെ പല്ലുകളെല്ലാം ഭംഗിയാക്കാവുന്ന ഇംപ്ലാന്റ് അസിസ്റ്റഡ് ഓർത്തഡോണ്ടിക്സ് മുതലായ നല്ല ചികിത്സാ രീതികൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ നല്ലൊരു പല്ല് ഡോക്ടറെ തന്നെ കാണിക്കാം. ഞാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.